മാഡം IVF ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് ആവാനാണ് സാധ്യത എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവോ? ഇല്ലടാ, നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു 2-3 ഭ്രൂണങ്ങളാണ് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് ട്വിൻസും ട്രിപ്ലെറ്റ്സും ചിലപ്പോൾ 2 പിടിക്കും 3 പിടിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സോ അതുകൊണ്ടാണ് ട്വിൻസും ട്രിപ്ലെറ്റ്സും കൂടുതൽ എന്നുള്ളത് നമ്മൾ IVF-ൽ എപ്പോഴും പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളും വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ, ഒറ്റ ഭ്രൂണാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നത്. കാരണം ട്വിൻസും ട്രിപ്ലെറ്റ്സും എന്ന് പറയുമ്പോൾ നേരത്തെ പ്രസവിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ICU കെയർ അതൊക്കെ വേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പറ്റുന്ന അത്രയും ട്വിൻസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൂടി പോയാൽ 2. ഇപ്പം നമുക്ക് ആസ് ഓഫ് നൗ ART ബിൽ പ്രകാരം നമുക്ക് 2 ഭ്രൂണങ്ങളാണ് സാധാരണഗതിയിൽ ഉള്ളിലെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരൊറ്റ ഭ്രൂണം ഇട്ടാലും ട്വിൻസ് ആവില്ല എന്നുള്ളതല്ല. 1-2% നമ്മൾ ഇങ്ങനെ സിംഗിൾ എംബ്രിയോ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്താലും ഉള്ളിലെ പോയിട്ട് അത് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ട്വിൻസിന്റെ സാധ്യത ഉണ്ട്, പക്ഷെ അത് വളരെ റെയറാണ്.